ഇപ്പോൾ യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ബനാന ഐസ്ക്രീമാണ് ഇന്ന് തയ്യാറാക്കുന്നത്. ഇതിനകത്തേക്ക് എക്സ്ട്രാ ക്രീമോ ഷുഗറോ അങ്ങനെ ഒന്നും ആഡ് ചെയ്യുന്നില്ലാത്ത നല്ല ഹെൽത്തി ഐസ്ക്രീമാണ്. അപ്പോൾ കണ്ടു നോക്കാം. അപ്പോൾ ഇതിനായിട്ട് എടുത്തിരിക്കുന്നത് 3 ഏത്തപ്പഴമാണ്. അപ്പോൾ ഇവിടുത്തെ ഏത്തപ്പഴം ഈ ഒരു പരുവത്തിലാട്ടോ, ഏകദേശം റോബസ്റ്റ ടൈപ്പാണ് ഇവിടെ പഴം വരുന്നത്. അപ്പോൾ ഇനി ഇതിന് പകരമായിട്ട് നാട്ടിലെ ഏത്തപ്പഴമോ സാധാ കുഞ്ഞു ചെറുപഴമോ ഏത് വേണമെങ്കിലും ഇതിന് പകരമായിട്ട് ഉപയോഗിക്കാം. ഏത് വെച്ച് ചെയ്താലും നല്ലൊരു രുചിയാട്ടോ. അപ്പോൾ അത് ഇതുപോലെ ഒന്ന് വട്ടത്തിലരിഞ്ഞ ശേഷം ഒരു ബട്ടർ പേപ്പറിന് മുകളിലേക്കായിട്ട് വെച്ച് കൊടുത്ത് 2 മണിക്കൂറോളം നമുക്കൊന്ന് തണുപ്പിച്ചെടുക്കാം ഫ്രീസറിൽ വെച്ച്. ഈ ഒരു പരുവത്തിലാട്ടോ ആയി വരുന്നത്. ഇപ്പോൾ 2 മണിക്കൂറിന് ശേഷം ഞാൻ പുറത്തെടുത്തിരിക്കുന്നതാണ്. നല്ല കട്ടിയായി വന്നിട്ടുണ്ട്. ഇനി ഇത് ബട്ടർ പേപ്പറിൽ നിന്ന് എല്ലാം ഒന്ന് ഇളക്കിയെടുക്കാം. ഇനി നമുക്ക് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇപ്പോൾ ഇളക്കിയെടുത്തിരിക്കുന്ന പഴത്തിൻ്റെ കഷ്ണങ്ങളെല്ലാം ഒന്ന് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ട് എടുക്കുന്നത് ഈന്തപ്പഴമാണ്. ഈന്തപ്പഴം ഒരു 5 എണ്ണമാണ് എടുത്തിരിക്കുന്നത്. ഇതിൻ്റെ കുരുവെല്ലാം കളഞ്ഞ് ഒന്നിട്ട് കൊടുക്കാം. ഈ ഒരു ഐസ്ക്രീം നമ്മൾ ഡയറ്റ് ചെയ്യുന്നവർക്കിടയ്ക്ക് എടുക്കാൻ പറ്റിയിരിക്കുന്ന ഒരു ഐസ്ക്രീമാട്ടോ. ഇതിലേക്ക് നമ്മൾ എക്സ്ട്രാ ഷുഗർ ഒന്നും ആഡ് ചെയ്യുന്നതല്ല. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 4 സ്പൂണ് പാലാട്ടോ. അപ്പോൾ ഇത് ഞാൻ എടുത്തിരിക്കുന്നത് തിളപ്പിച്ചാറിയ പാലാണ് എടുത്തിരിക്കുന്നത്. അതങ്ങനെ തന്നെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചോക്ലേറ്റിൻ്റെ പൗഡറാണ് ചേർക്കുന്നത്. ഞാനിപ്പോൾ ഒരു 2 ടീസ്പൂൺ ചോക്ലേറ്റ് പൗഡർ കൂടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇത്ര ഇൻഗ്രീഡിയൻസേ ഉള്ളൂ. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സിയിൽ അടിച്ചെടുത്ത് വരാം. ഈ ഒരു പരുവത്തിലാണ് ഞാനിതിനെ അരച്ചെടുത്തിരിക്കുന്നത്. നല്ല പേസ്റ്റ് പോലെ തന്നെ അരഞ്ഞു വരും. കുറച്ച് സമയം എടുക്കും. നമ്മൾ ഫ്രീസ് ചെയ്തിരിക്കുന്ന പഴമായിരുന്നല്ലോ ചേർത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇനി ഇതിനെ ഒന്ന് തണുപ്പിക്കാനായിട്ട് ഞാൻ വയ്ക്കുകയാണ്. അപ്പോൾ അതിനായിട്ട് ഒരു ഫ്രീസർ ബോക്സിലേക്ക് മാറ്റാം. ഇതിലേക്കായിട്ട് അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ചേർക്കാത്തതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയിരിക്കുന്ന ഒരു അടിപൊളി റെസിപ്പിയായിട്ട്. അപ്പോൾ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. ഇനി ഇതിനെ ഒന്ന് അടച്ചെടുത്ത് ഫ്രീസറിലേക്ക് മാറ്റാം. ഏകദേശം ഒരു 7-8 മണിക്കൂറാണ് എടുക്കുന്നത്. ഇപ്പം നമ്മുടെ ബനാന ഐസ്ക്രീം റെഡിയായി വന്നിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റാട്ടോ. അപ്പോൾ ഞാനിതിനെ മറ്റൊരു പ്ലേറ്റിലേക്ക് കൂടെ മാറ്റിയിട്ട് കാണിക്കാം. അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള അടിപൊളി ഐസ്ക്രീം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി ഇതിന് മുകളിലേക്കായിട്ട് ഒരല്പം ചോക്ലേറ്റ് പൗഡർ കൂടി ഇട്ട് കൊടുക്കാം. ഇത് തികച്ചും ഓപ്ഷനിലാണ്. അപ്പോൾ ഇങ്ങനെ ചേർക്കാതെ കഴിച്ച് കഴിഞ്ഞാലും ഈ ഐസ്ക്രീം അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇനി ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ എല്ലാവരോടും ബോൺ അപ്പത്തീത്തോ.